നമസ്കാരം. ട്രൂത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ചിതറ ഗ്രാമപഞ്ചായത്തിൽ അരിപ്പ വാർഡിൽ വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന നെടുമ്പച്ച എന്ന പ്രദേശത്ത് സ്വകാര്യ വ്യക്തി വാങ്ങിയ പുരയിടത്തിൽ അനധികൃതമായി മാലിന്യം ശേഖരിച്ചു കൊണ്ടുവന്ന് കുഴികളുണ്ടാക്കി കുഴിച്ചിടുന്നതായി പരാതി. ചിതറ ഗ്രാമപഞ്ചായത്തിന്റെ അരിപ്പ വാർഡിന്റെ ഇങ്ങേ അറ്റത്തുള്ള വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന നെടുമ്പച്ച എന്ന് പറയുന്ന പ്രദേശമാണിത്. ഈ നെടുമ്പച്ച പ്രദേശത്തെ ഈ ഒരു മേഖലയിൽ വനത്തോട് മുയിൽപ്പാമ്പിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്തുള്ള ഈ പുരയിടം തിരുവനന്തപുരം സ്വദേശിയായിട്ടുള്ള ഒരാൾ വാങ്ങുകയും അയാളുടെ പേര് ഫ്രാങ്ക്ലിൻ എന്നോ മറ്റോ ആണ് ഇവിടെ നിന്ന് തൊഴിലാളി പറഞ്ഞിരിക്കുന്നത്. അവർ വാങ്ങുകയും ഈ പ്രദേശത്തെ ഈ ചരിഞ്ഞ പ്രദേശം ഇടിച്ചു നിരപ്പാക്കിക്കൊണ്ട് ഇവിടെ തിരുവനന്തപുരം പ്രദേശങ്ങളിൽ നിന്ന് വരുന്ന തിരുവനന്തപുരം സിറ്റി ടൗണിനകത്തുള്ള മാലിന്യങ്ങൾ കംപ്ലീറ്റ് കൊണ്ടുവന്ന് ഡംപ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടമാക്കി മാറ്റിയിരിക്കുകയാണ്. പ്രദേശത്തെ നീരുറവകളിൽ മാലിന്യം കലരുന്നതായും പരാതി. ആദ്യം പന്നിഫാം തുടങ്ങിയ സ്ഥലത്ത് നാട്ടുകാരുടെ എതിർപ്പിനെ തുടർന്ന് പന്നിഫാം മാറ്റുകയും തുടർന്ന് പശുഫാമാക്കി മാറ്റുകയും ചെയ്തു എന്നാണ് പറയുന്നത്. നാട്ടുകാരുടെ പരാതിയെ തുടർന്നാണ് പന്നിഫാം മാറ്റി പശുഫാമാക്കി മാറ്റിയത്. എന്നാൽ ഇതിന്റെ മറവിലാണ് വിവിധ സ്ഥലങ്ങളിൽ നിന്നും ശേഖരിക്കുന്ന മാലിന്യം കൊണ്ടുവന്ന് ഡംപ് ചെയ്യുന്നതെന്ന് വാർഡ് മെമ്പർ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. ആദ്യം ഇവിടെ ഒരു പന്നിഫാം പ്രവർത്തിക്കുന്നു എന്നുള്ള റിപ്പോർട്ടാണ് കിട്ടിയത്. മാലിന്യങ്ങൾ കൊണ്ട് ഡംപ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പന്നിഫാം ഒരു മറയാക്കി മാറ്റുകയും പന്നിഫാമിന്റെ പേരിൽ പരാതി ചെന്നപ്പോൾ പന്നി മാറ്റിയിട്ട് പശുഫാമാക്കി മാറ്റുകയും പശുഫാമും പന്നിഫാമും എല്ലാം ഈ വേസ്റ്റ് കൊണ്ട് തള്ളുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മറ മാത്രമാക്കി മാറ്റിയിരിക്കുകയാണ്. ഈ പുരയിടങ്ങളുടെ വിവിധ ഭാഗങ്ങളിൽ കുഴിയെടുത്തും അല്ലാതെയും എല്ലാം മാലിന്യങ്ങൾ ടൗണിൽ നിന്ന് കൊണ്ടുവരുന്ന മാലിന്യങ്ങൾ ഇവിടെ നിക്ഷേപിക്കുകയും ഇതെല്ലാം ഇവിടെ കിടന്ന് അഴുകി അതെല്ലാം ഒലിച്ച് ഇതുവഴിയുള്ള നീർച്ചാല്, ഇവിടെ നിന്ന് ഒരു നീർച്ചാല് മുകളിൽ നെടുമ്പച്ച ചെറുപ്പിന്റെ മുകളിൽ നിന്ന് വരുന്ന വലിയൊരു നീർച്ചാലുണ്ട്. ആ നീർച്ചാലിനെ അവിടെ അടച്ചുകൊണ്ട് ഇദ്ദേഹത്തിന്റെ പുരയിടത്തിനകത്തൂടെ വഴിമാറ്റി വിടുകയും അതിലേക്ക് ഈ മാലിന്യങ്ങളെല്ലാം തള്ളുകയാണ് ചെയ്തിരിക്കുന്നത്. ആളുകൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്ത് നീരുറവകൾ മലിനമാവുകയും പ്രദേശമാകെ ദുർഗന്ധം വമിക്കുകയും ചെയ്യുന്നതായാണ് പരാതി. തിരുവനന്തപുരം സ്വദേശിയായ ഫ്രാങ്ക്ലിൻ എന്നു പേരുള്ള ആളാണ് സ്ഥലം വാങ്ങിയിട്ടുള്ളതെന്നാണ് വാർഡ് മെമ്പർ അറിയിച്ചത്. വസ്തുവിനുള്ളിൽ വെച്ചിരിക്കുന്ന കെട്ടിടങ്ങൾ അനധികൃതമാണെന്നും പഞ്ചായത്ത് കമ്മിറ്റിയിൽ ഇതിനെതിരെ പരാതി നൽകുകയും തുടർന്ന് സ്റ്റോപ്പ് മെമ്മോ നൽകുവാനുള്ള തീരുമാനം പഞ്ചായത്ത് കമ്മിറ്റിയിൽ എടുത്തുവെന്നും ഗ്രാമപഞ്ചായത്ത് അംഗം അറിയിച്ചു. ഇതെല്ലാ വേസ്റ്റും ഒലിച്ചിറങ്ങി ഈ നീർച്ചാല വഴി നേരെ ഇത്തിക്കരയാറിലേക്ക് പോവുകയാണ്. ഇതിന് തൊട്ട് താഴെയുള്ള കുടുംബങ്ങളെല്ലാം ഈ നീരുറവയാണ് കുളിക്കുന്നതിനും കുടിക്കുന്നതിനുമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് എല്ലാം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഈ പ്രദേശത്ത് തന്നെ നിൽക്കാൻ കഴിയത്തില്ല, ആ വിധം ഉള്ള ദുർഗന്ധമാണ് ഇവിടെ നിന്ന് വമിച്ചുകൊണ്ടിരിക്കുന്നത്. നാട്ടുകാരുടെ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് മാലിന്യങ്ങൾ ശേഖരിച്ചു കൊണ്ടുവന്ന പ്രദേശമാകെ ദുർഗന്ധപൂരിതമാക്കുകയും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന നിലയിലേക്ക് പോയാൽ ശക്തമായ പ്രതിഷേധ സമരങ്ങൾ നടത്തുമെന്നും നാട്ടുകാർ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് പഞ്ചായത്തിന്റെ അനുമതി വാങ്ങിക്കുകയോ ഈ കെട്ടിടങ്ങൾ വെച്ചിരിക്കുന്നത് പഞ്ചായത്തിന്റെ അനുമതിയോടുകൂടിയോ ലൈസൻസ് എടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. പഞ്ചായത്തിന്റെ ഇന്ന് കൂടിയ കമ്മിറ്റിയിൽ ഇതിനെതിരെ പരാതി വയ്ക്കുകയും ഇതിന് സ്റ്റോപ്പ് മെമ്മോ കൊടുക്കുന്നതിനും തീരുമാനം ആക്കിയിട്ടുണ്ട്. എന്നാലും അനധികൃതമായിട്ട് ഇപ്പോൾ ഇവിടെ ഈ ഒരു സ്ഥാപനം പ്രവർത്തിക്കുന്നു എന്നുണ്ടെങ്കിൽ പല മേഖലകളിലായിട്ട് ഇതുപോലെ ഇവർ പുരയിടങ്ങൾ വാങ്ങിച്ചിട്ട് ആ സ്ഥലങ്ങളിലേക്ക് വേസ്റ്റുകൾ കൊണ്ടുവന്ന് ഡംപ് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇതിന് അടിയന്തരമായ ഒരു നടപടികൾ വേണം എന്നുള്ളതാണ്. ടൗണുകളിലെ മാലിന്യങ്ങൾ കൊണ്ട് നിക്ഷേപിക്കാനുള്ളതല്ല ഗ്രാമപ്രദേശങ്ങൾ എന്നുള്ളത് കൂടി ഇവരെ ബോധ്യപ്പെടുത്തേണ്ടതായിട്ടുണ്ട്.